റെസ്ക്യൂ ഹെലികോപ്റ്റർ വേണ്ടി ഞങ്ങളെ intro പറയട്ടെ. Hello everyone, welcome back to another video. ഞങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയോ? That's Mount Arnaki. നല്ല തണുപ്പുണ്ട്. എൻ്റെ കൈ ഞാൻ ഗ്ലൗസ് ഒന്നും എടുത്തില്ല. And it's freezing. The mount മൊത്തം snow. Let me show you. നമ്മളെപ്പോഴും കാണിക്കുന്ന മലയാണ് ഇത്. ഞങ്ങൾ ആക്ച്വലി കുറച്ച് ലേറ്റായി പോയി. കുറച്ചൊന്നുമല്ല, കുറച്ചധികം ലേറ്റായി പോയി. സൺസെറ്റ് അന്ന് 5:30 സംതിങ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനും ലേറ്റായി. അതിനുശേഷം ഞങ്ങൾ വേറെയും കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാ വീഡിയോസിലും ഞാൻ ആരെങ്കിലൊക്കെ പരിചയപ്പെടുത്താറില്ലേ. ആൻഡ് ഈ വീഡിയോയില് ദിസ് ഇസ് അരുണേട്ടൻ. അരുണേട്ടന്റെ വൈഫ് ആതിരേച്ചി ആൻഡ് കിഡ്സ് അദ്വൈത് ആൻഡ് അരോഹ. അദ്വൈതിനെ കാശി നാട്ടോ വിളിക്കുക ആൻഡ് അരോഹനെ തുമ്പീന്നു. ഞാനിവിടെ വന്ന് പരിചയപ്പെട്ടതിൽ വെച്ച് വൺ ഓഫ് ദ ചില്ലസ്റ്റ് മാൻ ആണ് ഈ അരുണേട്ടൻ. അമൽ ഇവിടെ വന്നിട്ട് മോസ്റ്റ് ഓഫ് ഹിസ് സ്റ്റുഡന്റ് ലൈഫ് ഇവരെ വീട്ടിലാട്ടോ താമസിച്ചത്. ഇത് നമുക്ക് ഇതിന്റെ മേലെ കയറാൻ പറ്റും. നോട്ട് ദ സമ്മിറ്റ് ഓർ എനിത്തിങ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പം നമുക്ക് ആ ബ്രിഡ്ജിന്റെ മേലേക്ക് പോവാം. ഈ പറഞ്ഞ ബ്രിഡ്ജിലേക്ക് അറൌണ്ട് 20 minutes വാക്ക് ഉണ്ട്. ഐ തിങ്ക് ഞങ്ങളൊരു 3 പ്രാവശ്യം ഇതിന്റെ മേലെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നടന്നാൽ നമുക്ക് സ്കീ ഫീൽഡ് കാണാം. അവിടെ ഇപ്പോഴും സ്നോ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് 2 ദിവസമായിട്ട് ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പം മേ ബി സ്കീ ഫീൽഡ് ചിലപ്പം കാലിയായിരിക്കാം. ബട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ നല്ല ഹെവി സ്നോഫോൾ ഉള്ള ദിവസങ്ങളിൽ ഈ നടക്കുന്ന വഴിയിലും ഈ പാർക്കിംഗ് അടക്കം സ്നോ കവേർഡ് ആയിരിക്കും. and അപ്പോഴൊക്കെ നല്ല രസമാണ്. അത് അധികം വർക്കിംഗ് ഡേയ്സ് ആണ് വരാറുണ്ട്. ഞങ്ങൾ അത് എപ്പോഴും മിസ് ചെയ്യും. national park. Yeah. New Zealand is one of the biggest volcanoes. Yeah. The biggest alla. Okay. ഇവിടെ നമ്മൾ 30 minutes നടന്നാലും നമുക്ക് സ്കീ ഫീൽഡ് ഞങ്ങൾ ഇതിനെ മേലെ കയറാൻ പറ്റും കേട്ടോ. നമുക്ക് അലൗഡ് ആണ്. പക്ഷെ നമ്മൾ എത്ര 6 hours ആകുമ്പോൾ പോകാനുണ്ടല്ലേ. പാമ്പും ജീവികളൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് എന്തുണ്ട് ഇവിടെ അങ്ങനത്തെ വൈൽഡ് ആനിമൽസ് ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് ഏത് രാത്രി വേണമെങ്കിലും ഇവിടെ കയറാം. ഇറ്റ്സ് ജസ്റ്റ് എ വെദർ ദാറ്റ് വോണ്ട് ലെറ്റ് us. നമ്മളങ്ങനെ മേലെ അരുണേട്ടനും ആതിരേച്ചി ഹാമിൽട്ടണിലാണോ താമസിക്കുന്നത്. ദേ കെയിം ഓൾ ദ വേ ഫ്രം ഹാമിൽട്ടൺ ടു സീ ദ മൗണ്ട്. കിഡ്സിനൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അവർ ഫുൾ ഗിയർ ഫുൾ സെറ്റപ്പിലാണ് വന്നത്. ഞാനും അമലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിൻ പ്രൂഫ് ജാക്കറ്റ് മാത്രം എടുത്തിറങ്ങിയത്. മഞ്ഞ് വീണ് ഫുൾ നിറഞ്ഞിരിക്കും. ഇപ്പം ഇന്ന് 2-3 ദിവസം ഭയങ്കര സണ്ണി ആയതുകൊണ്ട് മഞ്ഞൊക്കെ കുറഞ്ഞു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. വന്ന സമയം മാറിപ്പോയി മക്കളെ. ചുണ്ടെല്ലാം ഫ്രീസായിപ്പോയി. ഓ മൈ ഗോഡ്, ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞങ്ങൾ ആക്ച്വലി കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. കാരണം മേലെ പോയ ആൾക്കാരൊക്കെ ഇപ്പം താഴെ ഇറങ്ങി വരാൻ തുടങ്ങി. I can't talk. Maybe I'll just do a voice over. കാര്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ എന്തായാലും അതിന് മേലെ കയറിയിട്ടേ വരുന്നുള്ളൂ.
ഈ ബ്രിഡ്ജ് പണിതിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഇയർ ആയിരുന്നു എന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. ആൻഡ് അതിനു മുന്നേ സ്കീ ഫീൽഡിലേക്ക് പോകണ്ടെങ്കിൽ ദ യൂസ് ടു ബി ആൻ അതർ വേ, കുറച്ചുകൂടി ലോങ്ങർ, കുറേ നടക്കാനുണ്ടായിരുന്നു. അവിടെ മൊത്തം മഞ്ഞ് നടക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ ഇരുട്ടായതുകൊണ്ടാണ്. വെളിച്ചത്ത് അന്ന് ഇവിടെ ഫുൾ മഞ്ഞുണ്ടായിരുന്നു. ഇതെന്തോ കാറ്റില്ലാത്തത് എന്തോ നമ്മുടെ ഭാഗ്യമാണ്. അറ്റ് ദിസ് പോയിന്റ് എൻ്റെ കിളി പോയിരുന്നു. നോട്ട് ബിക്കോസ് ഇനി നടക്കാനുണ്ട് ഓർ കുറേ നടന്നു ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ് വാസ് ഗെറ്റിംഗ് റിയലി ഡാർക്ക്. ഇതൊക്കെ ലെഫ്റ്റ് ഓവർ സ്നോ ആയിരുന്നേ. ആൻഡ് ഇറ്റ് വാസ് റിയലി ഡേഞ്ചറസ്. ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് പിന്നെ അങ്ങോട്ട് കയറിപ്പോയതെന്ന് എനിക്കറിയില്ല. അരുണേട്ടനും ആദരേച്ചിയും മുന്നിൽ നടന്നുകൊണ്ട് ഞാൻ മെല്ലെ വീഡിയോ എടുത്ത് ഇങ്ങനെ ആടിപ്പാടി നടന്നു വരുമായിരുന്നു. പക്ഷേ പിന്നെ നല്ല ഇരുടായി തുടങ്ങി. അത് മാത്രമല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും. ഇനി ഇവിടെ നിന്നാൽ ഞങ്ങളിവിടെ സ്റ്റക്കാവും. പിന്നെ ഓരോ റെസ്ക്യൂ ഹെലികോപ്റ്റർ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോകാൻ. ഇതാരാ? And it's very slippery and very dangerous. ഞങ്ങൾക്ക് എന്തൊരു കഴപ്പാന്നറിയോ? I highly recommend you to go in the middle. Yes. സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞ് മെല്ലെ എല്ലാവരും ഇറങ്ങി. അക്ഷയ് ഓൾസോ വന്നിട്ടുണ്ടായിരുന്നു. അക്ഷയ് പെട്ടെന്ന് പോയി. ഇവർ പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലത്ത് കൂടെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഞങ്ങളും കൂടെ ഇറങ്ങാം, വെറുതെ കറങ്ങി വരാം എന്ന് വിചാരിച്ചു ഇറങ്ങി. ആൻഡ് ഇതാണ് ഞങ്ങൾ വന്ന സ്പോട്ട്. ഇവിടെ കണ്ട കാഴ്ചയാണ് ഇതെന്തോ ഒരു റേസ് ആയിരുന്നു, ബോട്ട് റേസോ. റിമോട്ട് കൺട്രോളിലാണ് ഇത് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നറിയോ ഇവിടുത്തെ ആൾക്കാർക്ക്, ജസ്റ്റ് അവർ സ്വയം എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ബ്രിഡ്ജാണ്, പക്ഷേ ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആംഗിളിൽ നോക്കിയാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ മൗണ്ട് ഇന്നത്. പക്ഷെ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല, കാരണം മൗണ്ട് ഫുൾ ക്ലൗഡിയാണ്. ഈ ബ്രിഡ്ജിന്റെ ഷേപ്പ് കണ്ടോ, ഇത് വെയിൽ ഓർ അഥവാ തിമിംഗലത്തിന്റെ സ്കെലിറ്റൻ രൂപം ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് ആക്കിയിരിക്കുന്നത്. ഇവിടുത്തെ നേറ്റീവ് പീപ്പിൾ ആണ് മാവോരീസ്. അവരുടെ കൾച്ചറിൽ വെയിൽ എന്ന് പറയുന്നത് അവരുടെ ഗാർഡിയൻ ആണ്. അവർ ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് തിമിംഗലത്തിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതായിരുന്നു ഈ വീക്കെൻഡിലെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾ 2 ഫാമിലീസും 2 വഴിക്ക് പോയി. ബട്ട് ഹിയർ ഇസ് ദ കുട്ടി വീഡിയോ ഓഫ് ദ പ്രീവിയസ് ഡേ. ഞങ്ങൾ ആർട്ട് ഗാലറി പോയി. ഓരോ ആൾക്കാരാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. Hope you guys enjoyed today's video, and I'll be back with another video another day. And thank you for watching. See you soon.